വാവച്ചിയേ ഇങ്ങോട്ട് വാ. വാവച്ചിയേ ഇങ്ങോട്ട് വാ. വാവച്ചി വാവച്ചിയേ ആരാ ആരാ സീറ്റ് ബെൽറ്റ് ഇട്. അതിന്റെ മുമ്പ് കീ 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 കീന്ന് അടിച്ച്. ഏത് പാട്ട് അമ്മച്ചിക്ക് വേണ്ടേ? ഈ പാട്ട് പാടാം. ആണ്ടാലോന്റെ നേരെ കണ്ണില് ചന്ദിരന്റെ പിള്ളേരെ. ആ പാട്ട് അങ്ങനെ ഉണ്ട്. അതിഷ്ടപ്പെട്ടോ? കണ്ടപാടേ നാണം കണ്ടേ. ഓ അമ്മ ഇടുന്നില്ലേ? അമ്മക്ക് ഇട്ടോട്. ഓണ്ട് അപ്പനാ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്ന അമ്മയ്ക്ക്. ആ മുഖം കാണിച്ച്. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ക്ഷീണിതനാണ്. സ്നേഹയുടെ മുഖം കണ്ടു. ഞങ്ങൾ ഒരെണ്ണമരൊക്കെ പോയേക്കുമായിരുന്നു. പോയിട്ട് വന്ന് കയറി ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഇൻട്രോ അങ്ങോട്ട് എടുക്കുന്നേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഭയങ്കര ക്ഷീണിതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാം. ഇപ്പം തന്നെ ഒരു ലൈക്ക് അങ്ങോട്ട് പൂശിയേക്ക്. നമുക്ക് താമസിക്കേണ്ട തന്നെ 600 രൂപ അടിക്കണം. ഇപ്പോൾ 525 സംതിങ് എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പം ഞാൻ ഒത്തിരി പറഞ്ഞ ഇൻട്രോ ഒന്നും നീട്ടണില്ല. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. അപ്പം ഓക്കെ, ബൈ. വയ്യ, ഞാൻ പോയപ്പോഴത്തേനും ഒന്ന് ഉറങ്ങട്ടെ. നിങ്ങൾ വീഡിയോ കണ്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ആയിട്ടിരിക്കുക. ഓക്കെ, ഞങ്ങൾ ഒരെണ്ണം വരെയൊക്കെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി, നമ്മുടെ വെൺമണി ഇല്ലേ, വെൺമണി, നമ്മുടെ ചെങ്ങന്നൂർ കൊല്ലിടമൊക്കെ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ പോയിട്ടുണ്ട്. കസിൻ്റെ വീട്ടിലൊക്കെ പോയതാണ്. അപ്പോൾ അത് ജസ്റ്റ് അവിടെ പോകുന്ന കാരണം നമ്മൾ അങ്ങനെ വീഡിയോ എടുത്തില്ല. നമ്മൾ പിന്നെ അല്ലാണ്ട് വണ്ടിയിലൊക്കെ പോകുന്നൊക്കെ. അപ്പം നിങ്ങളതൊന്ന് കണ്ടേച്ചു. ഓക്കെ, അപ്പം നല്ല രസമാണ് കേട്ടോ. എൻജോയ്മെൻ്റ് ആണ് അല്ലേ? ആ അതെ. ഞങ്ങൾ എവിടെ പോവാന്നറിയോ? എന്റെ മകളുടെ മോടെ വീട്ടില്. എന്റെ മകളുടെ മോടെ വീട്ടില്. അപ്പച്ചൻ വരുന്നില്ലേ? മക്കളെ എനിക്ക് വയ്യാത്തോണ്ടൊക്കെ ഉണ്ട്. അല്ല, ഞാൻ കൂടെ വന്നേന്. ഞാൻ വിളിച്ചു എന്റെ കൂടെ പോ. ഞാൻ അയ്യോ വാവാ എന്താ അമ്മച്ചി. അയ്യോ അതെ, ഇതാരെ വണ്ടിയൊക്കെ എടുക്കും. ഇതെന്താ ഇത്? എടി, കുവൈറ്റ് മണലാരണ്യത്തിൽ കൂടെ പൂന്ന് പറഞ്ഞ് ഓടിച്ച് ചങ്ങായ. ആറ് എന്തിനാ എന്തിനാ പോയിട്. എനിക്ക് ചെരുപ്പൊന്നും ഇല്ലല്ലോ. ഷൂ മുണ്ടിന്റെ കൂട്ടത്തില്. എന്തായാലും വേണോ? വരുന്നോ? എവിടെ പോവാ? ഞങ്ങള് വെൺമണി കറങ്ങി അടിച്ചു വരാം. അച്ചാന്റെ ആരാ? പിന്നെ മൂത്ത വെങ്കട മോൻ. അതിനെന്തിനീ നാണിക്കുന്നേ? അവള് പറയണ്ട. അപ്പൊ ഭയങ്കര നാണം. കൊടു കൈ. അമ്മയോടെ ഇരിക്കുന്നത് ആര്? ആ ചെല്ല്. എന്റെ പേഴ്സ് അതിലിരിപ്പുണ്ടോ? ആ ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. അമ്മ ഫ്രണ്ടി കയറമ്മേ. ചെല്ലേ. ഓ അതാണ്ടോ ഒപ്പ വിളിക്കുന്നത്. അവിടം വരെ കേറടിന്ന്. ഓ അയ്യോ, എന്തിനാ? ഫോണൊന്നും വേണ്ട, മോള് കേറിക്ക അങ്ങോട്ട്. കേറടി അങ്ങോട്ട്. ഓ അമ്മ വെച്ചോ. ഇരുന്നോ അമ്മ? സേറേ, ഞങ്ങൾ പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ട് വരട്ടെ പോവാന്ന്. ഞങ്ങളെ പോയിട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാവുള്ളത് വീണ്ടും വിചാരിക്കല്ലേ കേട്ടോ. ഇവിടെ പോയിട്ട് വരാം. ഡോർ എന്താടി ഇരുന്ന്
പോട്ടെ. ആദ്യമായിട്ടല്ലേ ഞാൻ ആദ്യമായിട്ടാ വണ്ടിയുടെ പറയിരിക്കുന്നത്. ശരി പുള്ളിക്കാരൻ നോക്കുന്നുണ്ടോ ആര്? വണ്ടി നോക്കുക അയ്യോ ഓടിയോടാ സിമ്പിൾ റോഡ് പപ്പ നമുക്ക് സിനിമയ്ക്ക് ഒഴിയുള്ളൂ അപ്പൊ ആൾക്കാരൊക്കെ അപ്പൊ മാസ്ക് എടുത്തില്ല. അത് കുഴപ്പമില്ല. റോഡിന് മേടിക്കാം. അയ്യോ എന്റെ മോനെ പപ്പാടെ നെഞ്ചി അടിച്ചോണ്ടോ. പപ്പ കയ്യൊന്നും കൊടുക്കല്ലേ, കയ്യൊക്കെ കൊടുക്കല്ലേ. അയ്യോ അയ്യോ എടാ മെയിൻ റോഡിൽ കയറി പപ്പ 80 കേട്ടോ 80 മണ്ടക്കേ പറ്റത്തുള്ളൂ. ഇതിപ്പോ ഇന്നങ്ങും വീട്ട് അവിടെ എത്തത്തില്ല. അമ്മോ ഓടിച്ചു പോകുന്നതാ. അയ്യോ അന്ന് ഇനി അമ്മ പറയിരിക്കും ഞാൻ ദൈവമേ ആദ്യമായിട്ട് അപ്പൊ വണ്ടി ഓടിക്കുന്നത്. എടാ എന്റെ അപ്പൻ അവിടെ ഓടിച്ചു നടന്നേ കേട്ടോ. ഇപ്പൊ ചവിട്ടും പുള്ളി. ഓടിക്കാനൊക്കെ അറിയാവൂടാ. കുവൈറ്റിലെ മപ്പറേറ്ററിനോട് കുവൈറ്റിലെ മപ്പറേറ്ററിനോടാ നീ വർത്തനം പറയണം. ദൈവമേ എന്തോ ഇത് വണ്ടി ഓടിക്കുന്നുണ്ട്. ചിനോയേക്കാ സ്മൂത്ത് ആയിട്ട് അപ്പൻ ഓടിക്കുന്നു. സ്പീഡ് കുറവാ. പപ്പാക്ക് സ്പീഡ് കുറവാ ഇഷ്ടം. സ്പീഡ് കുറച്ച് മതി. ഇന്നെങ്കിലും എത്തത്തില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ. ശരിയായിരുന്നു ഇപ്പൊ അവിടെ എത്തി. ഇത് മതി. നിങ്ങള് സീറ്റ് ബെൽറ്റ് ഇട്ടേ. ഇതെന്തിനാ പൊക്കി വെക്കുന്നത്? അമ്മോ ഓ എന്തോ അമ്മേ കണ്ടോടാ ഞങ്ങൾ പോന്നേ. നമ്മളെല്ലാരും കൂടെ പോകുന്ന കണ്ടോ? ഞാൻ കണ്ടമ്മേ. നമുക്കൊരു പിക്ചറിന് പോണേ. ഏത് പിക്ചറ്? ഏതാ നിനക്കറിയാവല്ലോ. സിനിമയ്ക്ക് പോവാം. നമുക്ക് തിരിച്ചു വരുമ്പോ സിനിമ പപ്പ നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കുന്നു. എവിടെ ആലോചിക്കട്ടെ. ആലോചിക്കുന്നില്ല നമ്മള് സിനിമയ്ക്ക് പോകുന്നു അല്ലേ അപ്പ? വണ്ടി ഓടിച്ചോണ്ടിരിക്കും മിണ്ടായിരിക്കും അപ്പ. അയ്യോ അങ്ങനൊന്നും ഇല്ല. ഈ അമ്മ എന്തേ കാണിക്കും? അമ്മോ ഓ അവര് കപ്പിൾസ് ഇരിക്കട്ടാ. അമ്മ അങ്ങ് സുഖിച്ചിരിക്കുവല്ലേ. ആണ്ട് അമ്മ താത്തത്. അപ്പൊ വേണ്ട നമ്മള് പോയിട്ട് തിരിച്ചു പോണേണ് വീട്ടിലോട്ട്. ഞാൻ എന്റെ ഫോൺ എടുത്തില്ല. നമ്മള് പോകുന്നില്ലെന്ന് പറയാം കേട്ടോ. കേട്ടോ അമ്മേ, നമ്മള് പോകുന്നില്ല, ഒരു മൂഡില്ലെന്ന് പറയാം കേട്ടോ. ഞാൻ എന്റെ ഞാൻ എന്റെ ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കണം, മറന്നുപോയി. എന്തോ പറയാനാ. അതിന്റെ അകത്തോട്ട് കയറ്റുവപ്പോ വേണ്ട ഒരു വരുന്നു. ആ ലോക്കം തുറന്നേ. ഓ പോന്നില്ല അമ്മച്ചി. കേക്കുന്നില്ല അമ്മ. അമ്മ ഡയലോഗ് അടിയാ. തുറക്കട്ടെ. പോന്നില്ല അമ്മച്ചി. പോകുന്നില്ല, ഒരു മൂഡില്ല. പോകുന്നില്ല. തിരികെ കേറ്റട്ടെ. ഒരു മൂഡില്ല പോവാനായിട്ട്, അതുകൊണ്ട് പോകുന്നില്ല. കേറ്റിക്കോ കേറ്റിക്കോ. ബായിക്കില്ല ബായിക്ക്. ഓ പോകുന്നില്ല, ഒരു മൂഡില്ല. കാര്യം പോകുന്നില്ല. ഓ ഞങ്ങള് നിങ്ങളുടെ കുടുംബക്കാരുടെ വീട്ടിലൊന്ന് ഞങ്ങള് മക്കളെ കുടുംബക്കാരെ പറയാന്നടാ. നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബം പോകുന്നില്ലെന്ന്. അതൊക്കെ ഇതാണ്ട് ഒപ്പം ഇറങ്ങി വരുന്നാണ്ട് വണ്ടി കയറ്റിയിടുന്നുണ്ടില്ലേ. ഇങ്ങനെയാണ് വണ്ടി വരുന്നത്. ആ കണ്ടില്ലേ, ഞങ്ങള് പോകുന്നില്ലെന്ന്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ മക്കള് പോകുന്നോ ഇന്ന് പോകുന്നില്ല, പോയിട്ട് നാളെ പോയാൽ മതി. ആ ഓക്കെ. ഞാൻ ഫോൺ എടുക്കാൻ മറന്നളിയാ. ഫോൺ എടുക്കാൻ വേണ്ടി വന്നതാ. വേണ്ട കണ്ടില്ലേ, ഫോൺ ഫോൺ എന്റെയാ. താഴെവിടെ പോവാ? കറങ്ങിട്ട് വരട്ടെ. താറിന്റെ കൂടെ ആരാ ആരാ? സീറ്റ് ബെൽറ്റ് ഇട്. അതിന്റെ നമ്മ കീ 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 കീന്ന് അടിച്ച്. സാറ് ഭയങ്കര ഡ്രൈവിങ് കേട്ടോ. സ്നേഹം കാണിക്കുന്നുണ്ട്. എന്തോ അമ്മ, അമ്മ ഇടുന്നില്ലേ? അമ്മയ്ക്ക് ഇട്ടോട്. ഓണ്ട് അപ്പനാ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്ന അമ്മയ്ക്ക്. ആ മുഖം കാണിച്ച്. അപ്പൊ ഞങ്ങള് ഇനി ശരിക്കും പോയിട്ട് വരാം കേട്ടോ. അമ്മോ സിനിമ കണ്ടിട്ടേ വരത്തുള്ളൂ. സിനിമ ആര്? ദൈവമേ ആര് സിനിമ? ഞങ്ങളുടെ സിനിമ.
ഏത് നിങ്ങളങ്ങ് പോക്കോ, ഞാനും ഒപ്പനും കൂടെ പോയൊരു തരുവാണ്. നിങ്ങൾ കുടിക്കാൻ തോന്നുന്നു. നമ്മള് കടയിൽ കയറി കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി പപ്പ എന്തെടുക്കും അപ്പ അവിടുന്ന് സാധനം എടുക്കണം. അപ്പൊ അതേണ്ട നമ്മള് കടയിൽ വരെ വന്നതാണ് കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശന്നല്ലേ അമ്മേ. അമ്മോ നമ്മളെ വേണ്ട സാധനം മേടിച്ചോണ്ടിരിക്കുക കേട്ടോ. മേടിച്ചിട്ട് വരാമേ. അപ്പൊ അതേണ്ട ബർഗർ വന്നിട്ടുണ്ട്. അമ്മ വേണോ അമ്മേ? സ്നേഹ ബർഗർ വാ ഇരി ഒരോട്ടിരി. എന്നാ പിന്നെ ഒരെണ്ണം മേടിച്ചാ പോലെ. സ്നേഹ വേണ്ടേ? കട്ട്ലേറ്റ് അല്ല ബർഗർ കഴിഞ്ഞ് ചിക്കൻ റോൾ, ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നേ? വിശന്നിട്ട് വയ്യമ്മേ, അത്രേ ഉള്ളു. വേണ്ട വേണ്ട, കുടിക്കാൻ പറ്റത്തില്ല, മധുരമാണ്, ഷുഗറാണ്. കുഴപ്പമില്ലല്ലേ? എന്ത് പറ്റി അമ്മയ്ക്ക്? എന്തൊന്നും വേണ്ടത്? ഇച്ചിരി കൂടി ഇടും. അതുകൊണ്ട് എല്ലാരും കേട്ടിട്ടുണ്ട്, സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് അല്ലേ അമ്മേ? ആ ശരി, അമ്മ എന്തെടുക്കുന്നേ? കാണിച്ചേ, കൊറേ ഉണ്ടല്ലോ, ഒത്തിരി ഉണ്ട്. ഇത് പോവാണേ. കേട്ടോ. അമ്മേ എടി സ്നേഹ പോയി എടുക്കടി സ്നേഹ, നീ അത് അടിക്കി കൊണ്ടുവച്ചു. തുറന്നിട്ടുണ്ടീ. ആ പോക്ക് പയ്യെ പോക്ക്. വെക്കണേ, അതാ കറയായിരുന്നു. ആടാ യോ കേറി 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 കേറിക്കോ. പയ്യെ മോളെ പയ്യെ, 13 ലക്ഷത്തിന്റെ വണ്ടിയാ. വേണ്ട, നമ്മളുണ്ടല്ലോ വെൺമണിയില് കുറച്ച് കസിൻസിന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ നമ്മൾ കണ്ട അൽബേക്കിൽ കയറിയിട്ട് കുറച്ച് പാഴ്സൽ മേടിക്കുമ്പോ അല്ലേ അമ്മേ? നമുക്കപ്പം എന്തോ മേടിക്കുന്നതെന്നൊക്കെ കാണാം. അപ്പൊ വേണ്ട, കൊല്ലിക്കടവിലെ അൽബേക്കിൽ നിന്നും ഒരു ഹാഫ് മട്ടൻ മന്തി മേടിച്ചുകൊണ്ട് സ്നേഹ ഷിബു കേറാൻ പോവുകയാണ്. കാണിച്ചടി. അയ്യോ അമ്മോ, അമ്മയുടെ കയ്യിലും ഉണ്ട്. ആ തുറക്ക്, കേറിക്കോ. ഇപ്പൊ നമ്മളെവിടെ എത്തിയപ്പാ? ഇപ്പൊ നമ്മള് പിന്നെ കൊല്ലിയോടവ് കഴിഞ്ഞു, ചെറിയനാട് കഴിഞ്ഞു. ചെറിയനാട് കഴിഞ്ഞു. കൊല്ലിയോടവ് കഴിഞ്ഞോ? കൊല്ലിയോടവും കഴിഞ്ഞ് ചെറിയനാടും കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മള് പുലിയൂര് കയറാൻ പോകുന്നു. പുലിയൂര്. അമ്മോ, ഓ അമ്മ, എനിക്ക് ഭയങ്കര തലവേദന അമ്മേ. അതാ ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കും. എന്താ ബിരിയാണി ചോദിക്കോ? കല്യാണത്തിന്റെ ബിരിയാണി ചോദിക്കുക. എടി കാണുന്നുണ്ടോ? എടി ഉണ്ടല്ലോ. അപ്പായെ കാണുന്നുണ്ടോ? അപ്പ ഇങ്ങോട്ട് പോയി. അപ്പടെ മുട്ട ഇങ്ങനെ തെളിഞ്ഞു. ഫ്രണ്ടിനെ കണ്ടെന്റെ സന്തോഷത്തിൽ. അയ്യോ, ഇത് കേക്കണ അപ്പായ്ക്ക് പണ്ട് പഠിച്ച ഫ്രണ്ടാണ്. 30 വർഷത്തിന് ശേഷം പപ്പയുടെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിനെ ഇന്ന് കണ്ട്. അതെ, അത് അപ്പൊ അതിന്റെ സന്തോഷത്തിൽ പപ്പ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണേണ്. ഞങ്ങള് പിന്നെ ഇന്ന് എവിടെ പോയേക്കാടെന്നൊക്കെ പറഞ്ഞേ എല്ലാം. ഇന്ന് നമ്മള് ആദ്യം പോയത് അപ്പച്ചന്റെ മൂത്ത പെങ്ങടെ മോടെടുത്ത്. ഒരമ്മച്ചി മാത്രമുള്ള അടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വേറെ കുറച്ച് കസിൻസിന്റെ ഒക്കെ വീട്ടിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നേരം എവിടെ പോയേ?
തിരിച്ചു വരുന്നിടത്ത് ആ പപ്പാടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് പപ്പാടെ ഒരു ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് അയ്യോ 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 അവര് വീഡിയോ ഒക്കെ കാണുന്ന ആ ചേട്ടൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. അവിടെ വേറെ ആണ് എലിസബത്ത്. പപ്പാടെ ഒറ്റ സുഹൃത്തായിരുന്നു കൊച്ചില്. പുള്ളിക്കാരിയുടെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് 10ാം ക്ലാസ്സിലൊക്കെ ഒന്നിച്ച് പഠിച്ചതാണ്. ഇപ്പൊ തന്നെ അവള് പറഞ്ഞ എങ്ങോട്ട് 30 വർഷമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടെന്നുള്ള. ഏതായാലും സന്തോഷം, പോയി കണ്ടു. പഴയകാല ഓർമ്മകളെല്ലാം ഞങ്ങൾ പങ്കുവെക്കാനുള്ള സമയം കിട്ടിയില്ല. കിട്ടി. പിന്നെ നമ്മളാണെ ഫുഡ് മേടിച്ചു. ഇപ്പൊ നമ്മളാണ് ഇവിടെ. നമ്മള് നല്ല മട്ടൻ മന്തി മേടിച്ചിട്ടാണ് നമ്മുടെ മച്ചാന് വേണ്ടി. പക്ഷെ എന്റെ ഷിനോ എനിക്ക് അനക്കാൻ വയ്യ. ഞങ്ങള് കഴിച്ചോളാം. അപ്പച്ചനും അമ്മച്ചി ഇപ്പൊ എന്തോടുക്കണോ എന്തോ ഒന്ന് വിളിച്ചു പോലും ചോദിച്ചില്ല. ഇപ്പൊ അടുത്തില്ലേ, 10 മിനിറ്റ് നമുക്കിനി 10 മിനിറ്റ് പോലും ഇല്ലല്ലോ, പുലിയൂരായില്ലേ. നമുക്കിനി ഇതേപോലെ വല്ലപ്പോഴൊക്കെ ടൂർ പോവാം, വല്ലതൊക്കെ കഴിക്കാൻ കിട്ടും. അടുത്തത് ഇനി പോകുന്ന സിനിമയ്ക്ക്. പിന്നെ പോയി പണിയല്ല നോക്കി സിനിമ. പിന്നെ അപ്പൊ എന്താ പ്ലാൻ ചെയ്ത ടൂറായിരുന്നു. നിന്ന് തെറ്റി പോവില്ലായിരുന്നു. സിനിമയുടെ പരിപാടിയെ മിണ്ടിയേക്കില്ല സ്നേഹ പറഞ്ഞ ഇവിടെ സിനിമ പിന്നെ കാണണ്ടേ? TV കണ്ടോ? സൂര്യ TVയിൽ എത്ര സിനിമയുണ്ട്. അതെ, സൂര്യയിലുണ്ട്, മമ്മൂട്ടിയുടെ ഉണ്ട്. ഇനി അഡാർ ഫാമിലിയുടെ വീഡിയോ ആണ് TVയിൽ ഇട്ട്. അയ്യോടാ അയ്യോടാ, നിന്നെ കാണും അതിന്റെ അകത്ത് പോരെ. എനിക്ക് തിയേറ്ററിൽ പോയി പടം കാണും. നടക്കത്തില്ല. ഒരു ദിവസം വൈകിട്ടേ. ഹലോ എനിക്ക് നിനക്ക് നാണം ഉണ്ടോടാ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല വീട്. അപ്പൊ അതേണ്ട ഞങ്ങള് പോയിട്ട് തിരിച്ചു വന്ന് കേറുവാണ് കേട്ടോ. വേണ്ട ഇതാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞത് പപ്പ കൊണ്ടുവന്ന ലൈറ്റ് ഒന്ന് കാണിക്കണമെന്ന് ഏതോ കമന്റിൽ കണ്ടായിരുന്നേ. അപ്പൊ അതേണ്ട ആ ലൈറ്റാണ്. നല്ല വെട്ടമുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഭയങ്കര വെട്ടമാണ്. മച്ചാനെ എന്തായിരുന്നു ഇവിടെ പരിപാടി? എന്ത് ഞങ്ങള് നിങ്ങളുടെ കുടുംബക്കാരുടെ അടുത്തെല്ലാം പോയേക്കുവായിരുന്നു. അവര് തന്നാ കാണിക്കാം. ബാ, അപ്പച്ചന് ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്ടില്ലേ, വെട്ടം കണ്ടില്ലേ? നല്ല വെട്ടമാണ് കേട്ടോ, ഭയങ്കര. ഓ ഇത് നോക്കിയാണ്ട കണ്ടില്ലേ, നല്ല വെട്ടമുണ്ട് അപ്പച്ചനെ കാണാൻ ഈ ഇതില്. അതെന്റെ മോൻ കൊണ്ടുവന്നത് കണ്ടു. ആണോ? എന്നിട്ട് ഏത് ഡോറില്? ഇല്ല അമ്മ നോക്കി. ഇല്ല ഇതിലൊന്നും വേണ്ടില്ല. ചക്കയുടെ എന്തായാലും അടയ്ക്കമ്മ. നോക്ക്. അത് തന്നെ. ഞങ്ങള് പപ്പാടെ പഴയ കൂട്ടുകാരിയെ കണ്ടിരുന്നു. ഒരു 30 വർഷത്തിന് മുമ്പ് കൂടെ പഠിച്ച കൂട്ടുകാരിയെ. കാര്യം ഇല്ലില്ല വേറെ. അയ്യോ അവര് വീഡിയോ ഒക്കെ കാണുന്ന ചുമ്മാ അടക്കിരി അപ്പച്ച ഓരോ പറഞ്ഞ്. അയ്യോ അപ്പൊ വേണ്ട നമ്മള് വന്ന് കയറി അകത്തോട്ട് കേറാൻ പോവാ. ആ മട്ടൻ മന്തി എടുക്കാൻ എനിക്കാണ് വിശന്നിട്ട് വയ്യ. അപ്പച്ചനെ എല്ലാരും തിരക്കി കേട്ടോ. അതെല്ലാം കേക്ക് അപ്പച്ചന് കൊണ്ടുവന്ന വേണ്ട ചീമച്ചക്ക അല്ലാത്ത പഴുത്ത ചക്ക അല്ല പഴുത്ത. അതും പപ്പിയല്ല പെപ്സി. അമ്മച്ച എന്തായിരുന്നു ഇവിടെ രണ്ടുപേരോട് എന്തായിരുന്നു പരിപാടി? നിനക്കറിയത്തില്ല എന്തായിരുന്നു? അപ്പൊ അവിടെ പോവാ. ഇതെല്ലാം എടുത്ത് മാറ്റി ചക്കയും ചേമ്പൊക്കെ എടുത്ത് മാട്രീസിനെ വാ കഴിക്കാൻ നമുക്ക് വന്നിട്ട്. കഴിക്കാൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ദൈവത്തെ വിളിച്ചിട്ടാട്ടടാ പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ വ്യാപരിച്ച്. എന്നിട്ട് വായിക്കാത്ത നാക്ക് ആ എന്നുള്ള സ്തുതിക്കാ പരനെ തന്ന സ്തുതിക്കാ. ഇനി ഏത് പാട്ടാ വേണ്ടേ? വേണ്ട അപ്പ ഓരോ കുപ്പി കൊണ്ടൊക്കെ വരുന്നത് എന്താ വായത്? ഏത് പാട്ടാ അമ്മച്ചിക്ക് വേണ്ടേ? ഇഷ്ടമുള്ളത് പാടടാ. ഈ പാട്ട് പാടാ.
ആണ്ടാലോന്റെ നേരെ കണ്ണില് ചന്ദിരന്റെ പിള്ളാരെ. ആ പാട്ട് അങ്ങനെയുണ്ട്. അതിഷ്ടപ്പെട്ടോ? കണ്ടവാടേ നാണം കണ്ടേ. ഓ അപ്പന് ഇഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് ഒരു ജിമിട്ട് ജിങ്കാലാലെന്ന് പറഞ്ഞൊരു സുനി ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് 2 കിണ്ണാണ്ടി പിള്ളേരെ കിട്ടുന്നുണ്ട്. നോക്കി വന്ന് അതുപോലെ 2 കിണ്ണാണ്ടി പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. മച്ചാനേന്ന് വിളിച്ച വാഹുണ്ട് തന്നെ വേറെ വിളിപ്പിക്കല്ലേ. വിശന്നിട്ട് എനിക്ക് അമ്മച്ചി, ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചില്ല. ഞാൻ ഒരു കാര്യം, നിങ്ങൾ ഇനി എന്നെ എന്തോ, ഞാനൊരു കാര്യം പറയട്ടെ. ദൈവം തമ്പുരാൻ, നമ്മൾ വിശ്വസിക്കുന്നല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഇത് കാണുന്നുണ്ട്. കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യുക. അമ്മച്ചി ഇപ്പൊ ഈ വിശന്നിട്ട് സത്യമായിട്ട് അമ്മച്ചി ഒന്ന് മനസ്സിലാക്കി. ഞാൻ ഒരു ബർഗറിന്റെ പുറത്തായി ഇരിക്കുന്നത്. മോക്കെന്താ പറ്റി? വയറ്റിളക്കാണോ? സ്നേഹമുണ്ടല്ലോ, കല്യാണത്തിന് പോയി ബിരിയാണി കഴിച്ച് മത്ത് പിടിച്ച്. എല്ലാരും മച്ചേ, എന്താ അമ്മച്ചിയുടെ പ്രശ്നം? എന്താ അമ്മച്ചിക്ക് നല്ല മട്ടൻ മന്തിയുണ്ട്. മട്ടൻ ഒന്ന് വായിച്ചൊരു പാട്ടും പാട്. ഞാൻ നിന്നെ എന്റെ നെഞ്ചോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് അല്ല പിന്നെ സ്നേഹിക്ക് വേണ്ടല്ലോ അല്ലേ? അവള് ബിരിയാണി കഴിച്ചല്ലോ ഉച്ചക്ക്, നമ്മളാരും കഴിച്ചില്ല. ഉച്ചക്കല്ലേ കഴിച്ചു, ഞങ്ങൾ എന്തൊക്കെ കഴിച്ചെന്നറിയോ? ഒന്നും കഴിച്ചില്ല ഞാൻ, സത്യം പറഞ്ഞു. അറിയാതൊന്നും പറഞ്ഞു പോയിട്ടേ. ചവിട്ടല്ലോ. ഇന്നൊരു മലങ്കോള് വരുന്നുണ്ട് അപ്പച്ചാ സ്നേഹയ്ക്ക്. അതാ സ്നേഹ ഇത്രയും നേരം ഉണ്ടല്ലോ ചിരിച്ച് ചാടി തുള്ളിച്ചാടി പപ്പാടെ തലക്കൊക്കെ ഇട്ട് അടിച്ചു വരുമായിരുന്നു. പക്ഷെ ഒരു മലങ്കോള് വന്നേക്കുന്നോണ്ട് അവളങ്ങ് സൈലന്റ് ആയി. ഒരു കോളൊത്ത് വന്നിട്ടുണ്ട് അമ്മച്ചി. വേലായി ചേട്ടാ, ഒരു മഴക്കുള്ള കോള് കാണുന്നുണ്ട്. അപ്പച്ച വൈരി ശകലെടുത്ത് കഴിച്ചു നോക്കി. ഇന്നേ വരെ നമ്മൾ കഴിക്കാത്ത എന്താ നീ അവിടെ വീഴുന്ന്? ഇനി വാ അപ്പച്ച, അവിടെ ടീരി, അവിടെ ടീരി. ഫാനൊന്ന് ഇങ്ങോട്ട് അടുത്തുവോ? ഒരു ചരിവും കൊണ്ടോ അമ്മച്ചി? ഇതേണ്ട അപ്പൊ വേണ്ട, എല്ലാരും വന്നിരിപ്പുണ്ട് മേശപ്പുറം. അമ്മയ്ക്ക് എന്താ ഇത് എടുത്തിടാപ്പാ? വേണ്ട, ഇത് നമ്മൾ ഇതെന്താ കഴിക്കാൻ അറിയോ? അൽബൈക്കിലെ മന്തിയാണ് കേട്ടോ. അൽബൈക്കിലെ മന്തിയാണ്, അതും മട്ടൻ മന്തിയാണ്. ഓ മണം തന്നെ ഇവിടം വരെ അടിച്ച്. നിങ്ങൾ കാണുന്നുണ്ടോ? സ്പെഷ്യലാണ് കേട്ടോ, നമ്മുടെ ഈ ഏരിയയിലേക്ക് സ്പെഷ്യൽ സാധനമാണ് അമ്മച്ചി. അമ്മച്ചി നോക്കുന്നു. സ്നേഹ ബിരിയാണി കഴിച്ച് മത്ത് പിടിച്ചിരിക്കുക. അമ്മ ഒന്ന് മണത്തോ? എന്നെ അമ്മ ചിക്കനും ബീഫും ഒന്നും അല്ല, പിന്നെന്തോ? ഓ ആഹാ, അമ്മച്ചി എന്താ മാറിയിരിക്കുന്നേ? അമ്മ കഴി. ആ മരുമോടെ വയറ് നിറഞ്ഞ അപ്പച്ചന്റെ വയറുന്ന്. അവക്ക് വയ്യ അപ്പൊ ഒന്നാമത്. ഇനി അമ്മച്ചി സ്നേഹയ്ക്ക് വേണ്ട, അപ്പൊ അവക്ക് വയ്യ. അവള് ബിരിയാണി കഴിച്ച് മടുത്തിരിക്കുക. അപ്പോഴേ ഞങ്ങള് വേണ്ട ഇതൊന്ന് കഴിച്ച് തീർത്തിട്ട് ബാക്കി വന്നിട്ട് കാണാം അല്ലേ അമ്മേ? ഒരു ബൈ പറഞ്ഞേ. കല കഴിച്ചിട്ട് വരാന്ന് പറ. അളിയാ കഴിച്ചിട്ട് വരാന്ന് പറ. ഓ ഇങ്ങനെ എന്തല്ലേ വളിപ്പാണ് അപ്പച്ചനങ്ങ്. കോമഡി സാധനമൊക്കെ. വാവച്ചിയേ ഇങ്ങോട്ട് വാ. വാവച്ചിയേ ഇങ്ങോട്ട് വാ. വാവച്ചിയേ മീനം ചിങ്ങത്ത് കല്യാണം. നോക്കൂ വാവേ, ഇങ്ങോട്ട് വാ. വാ. ആര്? വാവജിയേ. ദേ പപ്പ, ദേ മോള്.
അയ്യോ ഇവിടെ മഴയില്ല, വലിയ കുഴപ്പമില്ല. അയ്യോ കിടക്കാൻ പറ്റൂല. ഓ, ഇവനെ വല്ലാത്ത കഷ്ടമാണ്. ഇഞ്ഞോ ഈ ആവശ്യം കാണാനും നിൽക്കാനൊന്നും വയ്യ മാതാവേ. വാവച്ചിവിടെ ഇന്ന് വാവച്ചിവിടേക്ക് അവിടേക്ക് 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 എനിക്കത് അവിടേക്ക് ആ ശരിയാ. വാവച്ചിയേ ഇങ്ങോട്ട് വാ ബേബി വാവേ വാവച്ചിയേ. ഇവിടെ മതിയടാ. വാവച്ചി ഉറക്കത്തിലാണോ? കൈവോ ഹാൻസം. ഞാൻ ഒരു കാര്യം പറയാം, ഇറങ്ങി കുറച്ചുകൂടെ. വണ്ണെന്ന് പറയുമ്പോ ഇങ്ങനെ വെക്ക്. അയ്യോ വണ്ണെന്ന് പറയുമ്പോ ഇങ്ങനെ വെക്ക്, കൈ ഇങ്ങനെ ഇങ്ങനെ വെക്ക്, ഇങ്ങനെ വെച്ച്. അല്ല, അവിടെ കിടന്ന് മലബാമ്പ് പൊട്ടിച്ച് അത് പൊട്ടിക്കാൻ ഞാൻ നോക്കി, ഫോൺ നോക്കിയിട്ടില്ല. നീ വണ്ണ് കൈ വെച്ചേ വെക്ക്. സ്നേ 1 ഓക്കെ 2 സൈഡിലോട്ട് സൈഡിലോട്ട് 3 മുകളിലോട്ട് 4 താഴോട്ട് 1 2 3 4. അയ്യോ എനിക്ക് വയ്യാതെ. നിന്നെ ഇന്ന് ഉറക്കിയത് തന്നെ. സ്നേ അപ്പോൾ വിളിക്കുന്നേ എന്തെന്നോ പാവച്ചിയേ. എന്താ വാ ഇവിടെ? പഴുത്ത കല്ലമൂട്ടി. അന്റെ മോനെ എന്തോ മണമാന്നറിയോ? എവിടെ മരുന്നത്? പിന്നെന്താ അത്? പഴുത്ത കല്ലമൂട്ടി അല്ലേ അമ്മ അത്? നല്ല കല്ലടമുട്ടി, അതാ രുചി. ഓതാണല്ലോ എണീറ്റ്. അത് അതിന്റെ മണം അടിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ. അല്ല പഴുത്തല്ല. നീ മോന്റെ റൈഡ് ചെയ്ത് സംസാരിക്കരുത്. ഓ നിങ്ങളൊക്കെ വലിയ മറ്റേ ആൾക്കാര് പോ എണീച്ച്. ഓ ബിഗ് ബോസ് പോകാൻ പറ. അതിന്റെ അകത്ത് എനിക്ക് ആ റിയാസിനെ കാണുമ്പോ എനിക്ക് ചെയ്തേട് വരും. എനിക്കവന് ഇഷ്ടമല്ല. ഒരുമാതിരി നിലപാടില്ലാത്ത രീതിയിൽ അവൻ കാണിക്കണത് അല്ലേ? പാലായിലുള്ളവർക്ക് പാലാണ് റബ്ബർ. ഉറക്കം വരുന്നോ? എ സി കൊണ്ട് കിടത്തട്ടെ. വാട്സ്ആപ്പ് ബേബി വാട്ട് ഹാപ്പൻ? ഈ പള്ളത്തിറക്കിനെ കൊണ്ട് വാട്സ്ആപ്പ് ബേബി വന്നു, എല്ലാം വന്നു. ഈ ഫോണുണ്ടല്ലോ. എന്താ സ്നേഹമോളെ? എടാ ഞാൻ ഫുഡൊക്കെ കഴിച്ചടാ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫുഡ് മേടിച്ചിട്ടാണ് ഫുഡൊക്കെ കഴിച്ചു. ഓ മൈ ഗോഡ്, യു ആർ സോ ലവ്ലി മമ്മി. കാപ്പി അല്ലേ ഇത്? എന്തൊക്കെ തോന്നുന്നു. യു വാണ്ട് സ്നേഹ? യു ടേക്ക് 1 sip, okay? Only 1 sip. എങ്ങനെയുണ്ടോ നോക്കട്ടെ. Then give me back. Hey, 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 hey. Give me back. Give me. സ്നേഹ അമ്മോ ഈ പെപ്സി അധികം കുടിക്കരുത്. ഒരു ഗ്ലാസ് കൂടെ തന്നേ. ഇവൻ മേടിച്ച പിന്നെ കുടിക്കാൻ എങ്ങനെ ഇരിക്കും പപ്പ? പണ്ട് തൊട്ടേ ഞാൻ പറഞ്ഞു ഈ പെപ്സി ഇങ്ങനെ കുടിക്കരുതെന്നുള്ളത്. ഓ ബാവച്ചിയേ. ആ മിടുക്കി കൊണ്ടുപോണേ. ചേട്ടാ ഈ അമ്മയാണ് എന്റെ വഴി തെറ്റിക്കുന്നത്. ഞാൻ കണ്ടില്ല അവൻ മേടിച്ചു വന്നോ. ഞാൻ സമ്മതിക്കത്തില്ല. പപ്പ പോയിട്ട് ലിമുക്കിയാ മേടിച്ചു, അതിന് കുഴപ്പമില്ല. അപ്പൊ നല്ല തന്നായിരുന്നത് അവളായിട്ട് തിരിച്ചു മേടിപ്പിച്ചത്. അവൻ ബില്ലടിച്ച് ഞാൻ അങ്ങനെ തിരിച്ചു ആ ആ വേറെ മേടിക്കണ്ടടാ. ഇവരെല്ലാം കുടിച്ചാ ആ നാക്കെന്നാ രുചി പോയിട്ടില്ല. കൊണ്ട് കളയാവോ? പപ്പ കൊണ്ടേ ബാത്റൂമിൽ കളയായിരുന്നു. ബാത്റൂമിൽ പയ്യേ. ഞാൻ മിക്കവാറും ബാത്റൂം ക്ലീൻ ചെയ്യുന്ന. അയ്യോ പൈസ 95 രൂപ കൊടുത്ത് മേടിച്ച കോക്ക്. അതെ നോക്കിക്കേ കോക്ക്. എന്താ കൊക്കോള. ഞാനും അച്ഛനോട് കൊക്കള അടിക്കാൻ പോയി. എന്തോ പണ്ട് ഞാൻ പറഞ്ഞാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരുമായിരുന്നേ. അപ്പൊ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഞാൻ പറയും ഞാനും അച്ഛനും കൂടെ കൊക്കള അടിക്കാൻ പോയി. വേണോ? പണ്ടൊക്കെ ഉണ്ടോ? അപ്പച്ച തരട്ടെ. ഇന്ന് എങ്ങനെ ഉണ്ടായി നമ്മുടെ പോക്കൊക്കെ? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഹാപ്പി ആയില്ലേ? ഹാപ്പി. നമുക്ക് എന്നും ഇങ്ങനെ നമുക്ക് എന്നും പോവാ ഇങ്ങനെ. 4 വട്ടം അടുപ്പിച്ച് പോകുമ്പോ നിനക്ക് അറിയാം. അതെ 4 വട്ടം പോകുമ്പോ ആ സോക്കടങ്ങി പിന്നെ അങ്ങോട്ട് പോകത്തില്ല അല്ലേ? അല്ലേ അമ്മേ? സ്നേഹ ഭയങ്കര ടെൻഷനാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ സ്നേഹ രാവിലെ ഒരു കല്യാണത്തിന് പോയേക്കായിരുന്നു. അപ്പൊ അതില് സ്നേഹം മയങ്ങിപ്പോയി. ആ ബിരിയാണിയില് അടിച്ചു കേറ്റിട്ട് അങ്ങ് മത്തായി പോയി. അതെ അതെ അതെ. ആ ടിവിയുടെ സൗണ്ട് കുറയ്ക്കോ.
എടാ ക്ലാസ്സിങ് എന്നാടാ അപ്പൊ ബൈ പറഞ്ഞമ്മേ. ഇന്ന് ആർക്കും വയ്യ, എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ക്ഷീണത്തിലാണ്. ഞങ്ങളെല്ലാം കറങ്ങാൻ പോയേക്കുവായിരുന്നു. നമുക്ക് അപ്പൊ അതെ ഒരു മൊത്തത്തിൽ ചടപ്പായി പോയല്ലേ. അല്ല വയ്യ, ഫുഡെല്ലാം കഴിച്ചിട്ടേ അങ്ങനെ ക്ഷീണമായി പോയെന്ന്. അതുകൊണ്ട് അളിയോ ബൈ പറ. ശരി, ബൈ ബൈ. ഓക്കെ അമ്മച്ചി. ബൈ, പിന്നെ കാണാം.